ഹലോ, അപ്പം നമുക്കിന്ന് വിസ ഇൻ്റർവ്യൂ പോയ വിശേഷങ്ങൾ ഫസ്റ്റ് അറിയാം. കൊച്ചിയിൽ വെച്ചായിരുന്നു എനിക്ക് വിസ ഇൻ്റർവ്യൂ. അപ്പം തലേ ദിവസം രാത്രി ഞാനും അമ്മയും കൂടി വന്ന് അവിടെ സ്റ്റേ ചെയ്തു. എന്നിട്ടിപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി ചായ കുടിച്ച് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയാണ്. എല്ലാം ആയി, സെറ്റായി. എത്ര മണിക്കാണ് എന്നുള്ള വിശേഷമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ വേഗം രാവിലെ തന്നെ ചായയും കുടിച്ച് സ്ഥലത്തേക്ക് പോയി. അങ്ങോട്ടേക്ക് നമ്മൾ ഊബർ ബുക്കാക്കി പോയി. ഇത് ആ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലത്താണ് നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിന് മുന്നേ നമ്മൾ പോകുമ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൺട്രി ബേസിസ് ആയ രീതിയിൽ അവരുടെ റൂൾസ് പ്രകാരം എടുക്കണം. അങ്ങനെ നമ്മൾ അടുത്തുള്ള ഒരു ഫോട്ടോൻ്റെ എതിർത്ത് സ്റ്റുഡിയോയിൽ വന്നു. നമ്മൾ വിസ ഇൻ്റർവ്യൂ നടക്കുന്ന ആ പ്ലേസിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. അവിടെ വന്ന് നമ്മൾ കൺട്രിയുടെ പേര് പറഞ്ഞാൽ അതനുസരിച്ച് അവർ നമ്മളുടെ ഫോട്ടോ എടുത്ത് തരും. അങ്ങനെ ഫോട്ടോ എടുത്തു. 8 കോപ്പി എങ്ങനെ അവർ കിട്ടും. പക്ഷെ നമ്മൾ 8 കോപ്പി എക്സ്ട്രാ എടുത്ത് വെക്കുന്നത് നല്ലതാണ്, നമുക്ക് പിന്നത് ആവശ്യത്തിന് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ പോയപ്പോൾ നമ്മളുടെ ഇൻ്റർവ്യൂ ഉച്ചയ്ക്ക് ശേഷമാണെന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അടുത്തുള്ള സ്റ്റുഡിയോയിൽ പോയി ഷോപ്പിംഗ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനും അമ്മയും സ്റ്റുഡിയോയിലേക്ക് പോയി. സ്റ്റുഡിയോ പോകുമ്പോൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഇൻസൈഡ് അവർ പ്രിപ്പയർ ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി പറഞ്ഞു ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഉള്ളിൽ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അടുത്തുണ്ടായ ഒരു ജ്യൂസ് ഷോപ്പിൽ പോയി. അവിടെ പോയിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ് ഓർഡറാക്കി അവിടെ ഇരുന്നു. സാധനം ഒരു സ്ട്രീറ്റിൽ തന്നെ ഉള്ള അതിൻ്റെ അടുത്തുള്ള തന്നെ ഒരു ഇതായിരുന്നു. അങ്ങനെ ജ്യൂസും കുടിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് സ്റ്റുഡിയോയിൽ പോകാമെന്ന് വിചാരിച്ചു. നല്ല ചൂടായതുകൊണ്ട് ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സുഖം, തണുപ്പിങ്ങനെ പോകുന്നത് അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ജ്യൂസ് കുടിച്ച് കഴിഞ്ഞ് ഡയറക്റ്റ് സ്റ്റുഡിയോയിൽ പോയി. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ 2-3 ഡ്രസ്സ് എടുത്തു. പിന്നെ ലിപ് ബാം എടുത്തു, കൺമഷി എടുത്തു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ നോക്കി ഞങ്ങൾ സ്റ്റുഡിയോന്ന് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് തിരിച്ച് വന്ന് നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ച് സെറ്റാകുമ്പോഴത്തേക്ക് നമ്മൾ ടൈമായി. അങ്ങനെ ഞാൻ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിവിടെ പോയി നമ്മളെ ടൈമായി. VFSനകത്ത് ഞാൻ കയറി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഇതാവുന്നവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാഷ് പേ ചെയ്യണം. അപ്പം എൻ്റെ കയ്യിൽ പകുതി ക്യാഷും പകുതി GPay ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ പറ്റൂല. നമ്മൾ ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കൊടുക്കണം. അപ്പം ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞ് ഫുൾ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ബാക്കി പൈസ അമ്മ പെട്ടെന്ന് തന്നെ എനിക്ക് ATM നിന്ന് എടുത്ത് തന്നു. പകുതി പറ്റൂല, അപ്പോൾ ഫുൾ എമൗണ്ട് ക്യാഷായിട്ട് തന്നെ അടക്കേണ്ടി വന്നു. അങ്ങനെ അത് വെച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്. രാത്രി 11 മണിക്കാണ് ഞങ്ങളുടെ ബസ്. അപ്പം അതുവരെ നമ്മൾ എന്താക്കുന്ന ആലോചിച്ചിരിക്കുമ്പോൾ വൈകുന്നേരം വേഗം വിശന്നുകൊണ്ട് തന്നെ ചിക്കൻ നൂഡിൽസ് ഞാൻ ഓർഡറാക്കി. അമ്മ ഷവർമ്മ. ഞങ്ങളത് കഴിച്ച് ലുലു മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ കുറച്ച് സമയം ഇരിക്കാമല്ലോ. അവിടെ കുറച്ച് ഇങ്ങനെ കറങ്ങി നടന്ന് മാളിലൊക്കെ നടക്കുമ്പോഴത്തേക്കും കുറച്ച് സമയമാവും. അങ്ങനെ ഞങ്ങൾ പോയി മെട്രോനെ വെയിറ്റ് ചെയ്തു. മെട്രോ വന്ന് കയറി. അങ്ങനെ നമ്മൾ ലുലു മാളിലേക്ക് എത്തി. ലുലു മാളിൽ നിന്ന് കയറി കുറച്ച് സംഭവങ്ങളെല്ലാം നോക്കി, കുറച്ച് ഷോപ്പിങ് കയറി, ഡ്രസ്സൊക്കെ നോക്കി 2-3 എടുത്തു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റ് കുറച്ച് സമയം ഫുഡ് കോർട്ടിൻ്റെ അവിടെ പോയി വെയിറ്റ് ചെയ്തു. അവിടെ കുറച്ച് സമയം നമുക്ക് ഇരിക്കാൻ പറ്റും, റിലാക്സായി. അങ്ങനെ തിരിച്ച് ബസ്സിൻ്റെ ടൈം ആവാറാവുമ്പം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയത്. അതുവരെ നമ്മുടെ അവിടെ തന്നെ ആയിരുന്നു. പിന്നെ ഇപ്പം ബസ്സിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കിൻഡർ ജോയ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിൻഡർ ജോയ് ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊന്ന് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഗിഫ്റ്റ് എന്താണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ആ സാധനം ചെറിയൊരിതാണെങ്കിലും
പിന്നെ അതിൻ്റെ 2 ബോൾസും അതിൻ്റെ ടേസ്റ്റും എനിക്കിഷ്ടം. അങ്ങനെ എന്താ സാധനം കിട്ടിയെന്ന് ഞാൻ ക്യൂരിയസ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഒരു താറാവ്, അമ്മ താറാവും ചെറിയ കുറേ കുട്ടിത്താറാവും ആയിട്ടുള്ള സാധനം കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. രണ്ടാമത്തത് വിസ അറൈവൽ. ഞങ്ങൾ വിസ വന്നു, കണ്ണൂരിൽ ഒരു DHL വന്ന്. അപ്പോൾ അങ്ങോട്ട് പോയി നമുക്ക് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. പെട്ടെന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് പോയി കളക്ട് ചെയ്യാൻ വേണ്ടി പോയി. വിസ കറക്ഷനും കാര്യങ്ങളും എന്തൊക്കെയുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ആ ദിവസം വരുന്നു. പെട്ടെന്ന് വന്നു. സന്തോഷവും ഇതും എല്ലാം ആയി. അങ്ങനെ അവിടെ നിന്ന് വിസയും കളക്ട് ചെയ്ത് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പോകാനുള്ള ടൈം ആവാനായി. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ വന്നപ്പം പിന്നെ ബാങ്ക് പർപ്പസും ഷോപ്പിങ്ങും എല്ലാം പെട്ടെന്ന് തീർക്കേണ്ടി വന്നു. ബാങ്കിൽ പോയി നാട്ടിലുള്ള ബാങ്ക് കൺവേർട്ട് ചെയ്യാനും പുതിയ NRE അക്കൗണ്ട് എടുക്കാനും അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസം 2-3 ദിവസം അങ്ങനെ ബാങ്കിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് പോയി മണി കൺവേർട്ടാക്കി അതിൻ്റെ കാര്യം സെറ്റാക്കി. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ഷോപ്പിങ്ങിന് പോയി. ഞാനും മാമിയും കൂടിയാണ് പോയത്. പോയി നമ്മൾ അവിടെ നിന്ന് ലിസ്റ്റ് നോക്കി നമുക്ക് വാങ്ങാനുണ്ടായ സാധനങ്ങൾ ഏകദേശം വാങ്ങി. ഗ്രോസറീസും പിന്നെ നമ്മൾ ദോശപാത്രങ്ങൾ അങ്ങനെ പാത്രങ്ങളൊക്കെ വാങ്ങി. പക്ഷേ ഈ വാങ്ങിയ സാധനം എല്ലാം കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലായിരുന്നു വെയിറ്റ് കാരണം. പക്ഷേ മാക്സിമം സാധനങ്ങൾ നോക്കി ഇവിടെ നിന്ന് വാങ്ങി. പുതിയ കാഞ്ഞങ്ങാടത്തെ എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റിൽ പോയാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത്. പിന്നെ ഇൻ്റർനാഷണലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ജിയോ പോരാ, എയർടെൽ വേണം. ഇവിടെ എയർടെലിന് റേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സിമ്മ് പോയി എയർടെല്ലിലേക്ക് പോർട്ട് ചെയ്തു. പിന്നെ ലാബിൽ പോയി മെഡിക്കൽ ചെക്കപ്പ് ചെയ്യേണ്ടായിരുന്നു, അതും ചെയ്തു. അടുത്തത് പാക്കിംഗ് ആണ്. പോകുന്നതിൻ്റെ തലേദിവസമുള്ള പരിപാടികളാണ് പാക്കിങ്ങും യാത്ര പറച്ചിലും അങ്ങനെയുള്ളത്. അപ്പം ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിയത്, ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ ഞാൻ തന്നെ വേഗം മെഷീനിൽ ഷേപ്പ് ചെയ്തെടുത്തു. മെഷീനിൽ പെട്ടെന്ന് തിരക്കിലെല്ലാം തലേദിവസമായിരുന്നു ചെയ്തത്. എല്ലാം അലങ്കോലമാക്കി വെച്ചിരിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഇനി പാക്ക് ചെയ്യാനുണ്ട്. ഇനി സാധനം പാക്ക് ചെയ്യുന്നതെല്ലാം എനിക്ക് വീഡിയോയിൽ കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, സമയം ഉണ്ടായിരുന്നില്ല ഒന്നിനും. അതുകൊണ്ട് ജസ്റ്റ് പറ്റുന്നത്ര രംഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം പാക്ക് ചെയ്ത ശേഷം റാപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇതിൽ എനിക്ക് പറയാനുള്ള, എനിക്ക് ടോട്ടൽ 20 ട്രോളിയിലും പിന്നെ 10 kg ഹാൻഡ് ബാഗാണ് ഉണ്ടായിരുന്നത്. ജസ്റ്റ് വെയിറ്റ് നമ്മൾ നോക്കണം. നമ്മൾ വാങ്ങിയ സാധനങ്ങളെല്ലാം ശരിക്കും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമ്മൾ നോക്കി സാധനങ്ങൾ വാങ്ങിയാൽ മതി. ഫസ്റ്റ് ടൈം പോകുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് സാധനം ഇപ്പം പിന്നെ എനിക്കൊരു 1 kgയുടെ അടുത്ത് ജസ്റ്റ് ഗ്രാംസ് 40 കിലോവും പിന്നെ കുറച്ച് ഗ്രാംസ് 41 kg ആകുന്നത് പോലെ കുറച്ച് ഗ്രാംസ് കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഗ്രാംസ് ആയതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. എയർ അറേബ്യ ഫ്ലൈറ്റ് ആയിരുന്നു എൻ്റേത്. അപ്പം എല്ലാം റാപ്പാക്കി സെറ്റാക്കി. അങ്ങനെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ പോകേണ്ട ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി. എൻ്റെ റാപ്പ് ചെയ്ത പെട്ടിക്കകത്തെല്ലാം എൻ്റെ പേരും എയർപോർട്ടിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചു. കാരണം നമ്മൾ ലഗേജ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ 4 സൈഡും ഇത് എഴുതി, തിരിച്ചും മറിച്ചും 2 പെട്ടിയും 4 സൈഡായിട്ടും ഞാൻ പേരും കാര്യമൊക്കെ എഴുതി വെച്ചു. ഇത് പോകുന്നതിൻ്റെ തലേദിവസം രാത്രി തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. ഇത് എൻ്റെ നാട്ടിലെ ഞങ്ങളുടെ കൈകൊട്ടിക്കളി ടീമാണ്. എന്നെ പെട്ടെന്ന് കാണാൻ വന്ന്. ശരിക്കും ഇവർ വന്നത് ഭയങ്കര സർപ്രൈസായിരുന്നു. എനിക്ക് കേക്കൊക്കെ വാങ്ങി എനിക്ക് യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു എന്നോട്. ശരിക്കും അവരുടെ സ്നേഹത്തിന് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ കേക്കിനകത്ത് ഹാപ്പി ആൻഡ് സേഫ് ജേണി ഹരി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഇവർ സഡനായിട്ട് പ്ലാൻ ചെയ്തതാണ്. പെട്ടെന്ന് ഞാൻ പോകുന്ന ദിവസം അവർക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് രാത്രി ആ ഒരു ചെറിയ സമയത്തിനകത്ത് തന്നെ ഇവർ കേക്ക് ഒപ്പിച്ചു. ഇവർ എല്ലാവരും എത്തി. അതിൽ ഒരാൾക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവൾ എന്നെ വീഡിയോ കോൾ ചെയ്തതാണ്. ഇതിലും ഞങ്ങൾക്ക് എല്ലാ രംഗവും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതെനിക്ക് നല്ലൊരു ബെസ്റ്റ് മെമ്മറി ആയിരിക്കും. ഇവർ വന്നത് ഒക്കെ ഞാൻ ഒരുപാട് ഹാപ്പിയായി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പിന്നെ അവർ പോകാൻ നേരത്ത് മഴയുണ്ടായിരുന്നു. മഴയത്താണ് പോയത് അവർ. അങ്ങനെ അവർ യാത്ര പറഞ്ഞു.
നാളെ 29th ആണ്. ആ ദിവസമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ 29th അച്ഛൻ്റെ കേക്ക് തലേ ദിവസം നമ്മൾ തിരക്കിലായതുകൊണ്ട് ഒപ്പിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പിള്ളേർ പ്ലാൻ ചെയ്ത്, അമ്മയും നമ്മളും പ്ലാൻ ചെയ്ത് 12 മണിക്ക് ഞാനും അനിയനും കൂടി കേക്ക് വാങ്ങാൻ വേണ്ടി പോവുക. പിള്ളേരാണ് മെല്ലെ തുറന്ന് തന്നെ അച്ഛൻ കിടന്നപ്പോൾ സൗണ്ട് ആക്കാതെ നമ്മൾ ഈ സ്കൂട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് മെല്ലെ നടന്ന് പോയി. അങ്ങനെ ഗേറ്റിൻ്റെ എല്ലാം ഒച്ച കേൾക്കാതെ പോലെ തുറന്ന് നമ്മൾ കേക്ക് വാങ്ങാൻ രാത്രി പോകുന്നു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 12:30 ആകുമ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 12 o'clock വരെ കേക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 12:30 ആകുമ്പോൾ നിങ്ങൾ വന്നെങ്കിൽ ഞങ്ങൾ തരാം. ഡെലിവറി ഫസ്റ്റ് നമ്മൾ ഡെലിവറി ചെയ്യുമെന്ന് ചോദിച്ചു. പക്ഷെ അവരെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. ഇനി നമ്മൾ പോകുന്ന ദിവസം, ഇന്ന് നമ്മൾ പോകുന്ന ദിവസം എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ പറയാം. ഇതായിരുന്നു, കേക്ക് തലേ ദിവസം മുറിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛൻ വരുന്ന സമയത്ത് സർപ്രൈസായിട്ട് അന്ന് രാവിലെ ആയിരുന്നു ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത്, ഞാൻ പോകുന്നുണ്ടെന്ന് രാവിലെ. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുളിച്ച് വേഗം ഞങ്ങളുടെ തറവാട്ട് അമ്പലത്തിൽ മുച്ചിലോട്ട് പോയി, നാട്ടിലത്തെ അമ്പലത്തിൽ പോയി. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വന്ന് പിന്നെ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേഗം തല കെട്ടി സെറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ തിരിച്ച് പോകേണ്ട ഇതായി. അങ്ങനെ തിരക്കിൽ ഓരോ കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് വെച്ചു. പിന്നെ പോകുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ച് പേരൻസിൻ്റെ ഒക്കെ അനുഗ്രഹം വാങ്ങി. അനുഗ്രഹം വാങ്ങുന്ന സമയത്ത് ഓരോരാളടുത്തും ഇപ്പം അനുഗ്രഹം വാങ്ങി ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് അവരെ കണ്ടു നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോഴേ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമമായിരിക്കും. കുറേ ദിവസമായില്ലേ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ അവർക്കൊരു വിഷമം. രാവിലെ തന്നെ അമ്മമ്മേനെയും മാമീനെയൊക്കെ കണ്ടിട്ട് വന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ അവരുടെ അനുഗ്രഹമൊക്കെ ഞാൻ വാങ്ങി, പിന്നെ പാപ്പൻ്റെ അനുഗ്രഹം വാങ്ങി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആൻറ്റിയുടെ അനുഗ്രഹം വാങ്ങി. ആൻറ്റിക്ക് നല്ല വിഷമമായിരുന്നു, പെട്ടെന്ന് സങ്കടമായിരുന്നു. അനുഗ്രഹിച്ചിട്ട് ഇതാക്കുമ്പോൾ തന്നെ കണ്ണെല്ലാം നിറഞ്ഞു, നല്ല വിഷമത്തിലുണ്ടായി. അങ്ങനെ കുഞ്ഞാറ്റ ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി ഉണ്ടായതാണ്. പക്ഷെ പെട്ടെന്ന് അവൾക്ക് പിറ്റേ ദിവസം അമ്പലത്തിൽ ഡാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് വരാൻ പറ്റിയിട്ട. ആ വിഷമവും അവൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. വരാൻ വിചാരിച്ച് വന്നിട്ടില്ല. അങ്ങനെ മാമിയും വരാൻ വിചാരിച്ചാണ്, മാമിയും അമ്മമ്മയും. അവർക്കും വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നല്ല വിഷമത്തിലായി. പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ കുറേ കാര്യങ്ങൾ ഓർത്തത്, തിരക്കിൽ വരുന്നപ്പം ഞാൻ സോക്സ് ഇട്ടു പക്ഷെ ഷൂ ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ വീട്ടിലിരുന്ന് ചെരുപ്പിട്ടിട്ടായിരുന്നു ഞാൻ ഓടിയത്. അപ്പോൾ അത് ഞാൻ വീട്ടിൽ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, പോകുന്ന വഴിക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ എൻ്റെ ഹെഡ്ഫോൺ എടുത്തിട്ടില്ല, മൊബൈൽ ഹോൾഡർ എടുത്തിട്ടില്ല, ഞാൻ അതുപോലെ തന്നെ പോകേണ്ട സ്വെറ്ററും എടുത്തിട്ടില്ല. ഇവിടെ നല്ല തണുപ്പാന്ന് പറഞ്ഞു, സ്വെറ്ററെല്ലാം പുറത്തെടുത്ത് വെച്ചു, പക്ഷേ എടുത്തിട്ടില്ല. തിരക്കിൽ ഓടി വരുമ്പോൾ ഇതിൽ പല കാര്യങ്ങൾ ഞാൻ മറന്നു. അതുകൊണ്ട് ആരും പോകുന്നതിന് മുന്നേ ഇതാക്കരുത്, മീൻസ് എല്ലാം ഓർത്തോർത്ത് ചെയ്യണം. അങ്ങനെ മറന്ന ഷൂവിന് പകരം പുതിയൊരു ഷൂ വാങ്ങി. അടുത്ത് പോയി എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ സ്വെറ്ററിൻ്റെ ഷോപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ ഷൂ വാങ്ങിയെങ്കിലും സ്വെറ്റർ വാങ്ങാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ എത്താറായി. പക്ഷെ അടുത്ത് സ്വെറ്ററിൻ്റെ ഷോപ്പൊന്നും കണ്ടില്ല. കുഴപ്പമില്ല എന്ന് വിചാരിച്ച് പിന്നെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. കുറച്ച് സമയം ഫുഡിന് വെയിറ്റ് ചെയ്തു. നമ്മളെല്ലാവരും വെജിറ്റേറിയൻ ആയിരുന്നു അന്ന്. കാരണം പൂജാ ഹോളിഡേയ്സിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ വെജാണ് കഴിക്കുന്നത്. അതുകൊണ്ട് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് പോകുന്നതിന് മുമ്പ് ചിക്കൻ മന്തി കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ടിക്കറ്റ് വന്നു, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. കാരണം ഞാനപ്പോൾ വ്രതത്തിലായിരുന്നു, അതുകൊണ്ട് വെജ് കഴിച്ചേ പറ്റൂ. പിന്നെ അങ്ങനെ എയർപോർട്ടിലെത്തി ലഗേജ് വെയിറ്റൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ അവിടെ ഇരിക്കുമായിരുന്നു. ഒരാൾ വീഡിയോ കോൾ വിളിച്ചു, പാപ്പൻ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാപ്പനോട് സംസാരിച്ചു. പിന്നെ എത്തിയത് പറഞ്ഞ് ആൻറ്റി മാമി അവരൊക്കെ വീഡിയോ കോൾ വിളിച്ച് അവരോട് യാത്ര പറഞ്ഞു. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ ശരിക്കും 10:00 എയർപോർട്ടിലെത്തി. ഇനിയും 1.5 hours അവിടെ നമ്മൾ ഇരിക്കണം. അപ്പം നമ്മളവിടെ പോയി കുറച്ച് സമയം നടന്നു ഇതാക്കി. പിന്നെ വാഷ്റൂമിൽ പോയി. പക്ഷെ പുറത്ത് വാഷ്റൂം അത്ര വൃത്തി ഉണ്ടായിരുന്നില്ല. കൊച്ചി എയർപോർട്ടിലാണ് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ വാഷ്റൂമിൽ പോവാതെ അവിടെ പോയി ജസ്റ്റ് തലയ്ക്ക് കെട്ടി വന്ന് പിന്നെ അവിടെ ഇരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കൂടെ വരാനുള്ള കൊച്ചിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് അവൾ കൂടി വന്നു.
ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബായ്.